ചോദ്യം: തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗം? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ. ഉത്തരം: ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ചോദ്യം: ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ. ഉത്തരം: മാൻഡമസ്. ചോദ്യം: പഴശ്ശി രാജാവിൻ്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം: സർദാർ KM പണിക്കർ. ചോദ്യം: താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് ഏതിലാണ്? നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ. ഉത്തരം: സൈലന്റ് വാലി. ചോദ്യം: പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഉത്തരം: ഇടുക്കി ജില്ലയിൽ. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ഉത്തരം: കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. ചോദ്യം: കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാര്? ഉത്തരം: AK ഗോപാലൻ. ചോദ്യം: ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാര്? ഉത്തരം: MD വത്സമ്മ. ചോദ്യം: മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പേത്? ഉത്തരം: വകുപ്പ് 16. ചോദ്യം: സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? ഉത്തരം: പണ്ഡിത രമാബായി. ചോദ്യം: മോൺട്രിയോൾ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം: ഓസോൺ പാളിയുടെ സംരക്ഷണം. ചോദ്യം: മാക്രോ ഇക്കണോമിക്സിൻ്റെ, അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ഇതിൻ്റെ പിതാവാര്? ഉത്തരം: JM കെയ്ൻസ്. ചോദ്യം: സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാര്? ഉത്തരം: വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചോദ്യം: ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ്? ഉത്തരം: ധ്രുവീയ പൂർവ്വവാദങ്ങൾ.